Question number 15. Hydrocarbons ആണ് ചാപ്റ്റർ. അഡീഷൻ റിയാക്ഷൻസ് ഓഫ് ആൽക്കീൻസ്. ആൽക്കീൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം എടുത്തിട്ടുള്ളത്. തന്നിരിക്കുന്ന ഒരു ആൽക്കീനെ നിങ്ങൾക്ക് കാണാം. ആ ആൽക്കീനിലേക്ക് HBr അഡീഷൻ നടത്തുകയാണ് ഇൻ പ്രസൻസ് ഓഫ് ബെൻസോയിൽ പെറോക്സൈഡ്. പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് അല്ലേ. സോ പ്രൊഡക്റ്റായി മാറും. ഈ റിയാക്ഷൻ്റെ മെക്കാനിസവുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ താഴെയുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കാണുമ്പോഴേ അറിയാം ഇവിടെ നടക്കാൻ പോകുന്നത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. സോ എന്താ സംഭവിക്കുക? PHCOO ട്വൈസ് എന്ന് പറയുന്ന ഫ്രീ റാഡിക്കൽ ഹോമോലിറ്റിക് ഫിഷനിലൂടെ എന്തായിട്ട് മാറും? ബെൻസോയിൽ ഫ്രീ റാഡിക്കലായിട്ട് മാറും. 2 PHCOO ഫ്രീ റാഡിക്കലായിട്ട് മാറും. റെഡിയല്ലേ? ഈ ഫോം ചെയ്യുന്ന PHCOO അഥവാ ബെൻസിൻ വിത്ത് COO ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഫിനൈൽ ഫ്രീ റാഡിക്കലായിട്ട് മാറും. ഫിനൈൽ ഫ്രീ റാഡിക്കൽ HBrമായിട്ട് റിയാക്ട് ചെയ്ത് ബെൻസീനായിട്ടും, ശരിയല്ലേ, ബെൻസീനായിട്ടും ബ്രോമിൻ ഫ്രീ റാഡിക്കലായിട്ടും മാറും. ഈ ബ്രോമിൻ ഫ്രീ റാഡിക്കലാണ് നിങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് ആദ്യം ആഡഡ് ആവുക. CH ഡബിൾ ബോണ്ട് CH2ലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് Br ഫ്രീ റാഡിക്കൽ ഇവിടേക്കായിരിക്കും ആഡഡ് ആവുക. കാരണം ഇവിടേക്ക് ആഡഡ് ആകുമ്പോഴാണ് സ്റ്റേബിൾ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യാം. നേരെ മറിച്ച് ഇവിടേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓഡ് ഇലക്ട്രോൺ വരുന്ന കുറച്ചുകൂടി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽ ആയിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ നമ്മൾ മേജർ പ്രൊഡക്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയായിരിക്കും മെക്കാനിസം പ്രൊസീഡ് ചെയ്യുക. ആൻഡ് യു വിൽ ഗെറ്റ് എ സ്റ്റേബിൾ ബെൻസൈൽ ഫ്രീ റാഡിക്കൽ. ഒരു ബെൻസൈൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. ഈ ബെൻസൈൽ ഫ്രീ റാഡിക്കലിലേക്കാണ് ഇനി എന്ത് നടക്കുക? HBr വീണ്ടും അറ്റാക്ക് ചെയ്യുക. ആസ് എ റിസൾട്ട് ഈ കാണിച്ചിരിക്കുന്ന കാർബണിലേക്ക് ഹൈഡ്രജൻ ഫ്രീ റാഡിക്കൽ അറ്റാക്ക് ചെയ്യും. ആൻഡ് ഫൈനലി ഇറ്റ് ബിക്കംസ് ദ ഫൈനൽ മേജർ പ്രൊഡക്റ്റ്. മേജർ പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ Br ഉണ്ട് കേട്ടോ, ഇവിടെ ബ്രോമിൻ ഉണ്ട്. ഇതാണ് നിങ്ങളുടെ മേജർ പ്രൊഡക്റ്റ്. ഇത് നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് വായിച്ചു നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് എയിൽ പറയുന്നത് റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ മോർ സ്റ്റേബിൾ റാഡിക്കൽ മെക്കാനിസം. ശരിയാ, മോർ സ്റ്റേബിൾ ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിലൂടെയാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. ദ റോൾ ഓഫ് ദ പെറോക്സൈഡ് ഇസ് ടു ജനറേറ്റ് H ഫ്രീ റാഡിക്കൽ, അല്ല Br ഫ്രീ റാഡിക്കലിനെയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? H ഫ്രീ റാഡിക്കൽ അല്ല. 2, ഡ്യൂറിംഗ് ദിസ് റിയാക്ഷൻ ബെൻസീൻ ഇസ് ഫോംഡ് ആസ് എ ബൈ പ്രൊഡക്റ്റ്. ബെൻസീൻ ഒരു ബൈ പ്രൊഡക്റ്റ് ആയി ഫോം ചെയ്യുന്നുണ്ട്. ശരിയാണ്. 1 ബ്രോമോ 2 ഫിനൈൽ എത്തൈൻ ഇസ് ഫോംഡ് ആസ് ദ മൈനർ പ്രൊഡക്റ്റ്. ഫോംഡ് ആണേ, ഫോംഡ് ആസ് ദ മൈനർ പ്രൊഡക്റ്റ്. 1 ബ്രോമോ 2 ഫിനൈൽ എത്തൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? 1 ഫിനൈൽ 2 ബ്രോമോ എത്തൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഐ മീൻ 1 ബ്രോമോ 2 ഫിനൈൽ എത്തൈൻ അല്ലേ. ഇതാണ് 1 ബ്രോമോ 2 ഫിനൈൽ എത്തൈൻ. അത് മൈനർ പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഇറ്റ്സ് റോങ്. അത് മേജർ പ്രൊഡക്റ്റ് ആണ്. അത് മേജർ പ്രൊഡക്റ്റാണ്, മൈനർ അല്ല, മേജറാ. അതാണ് മേജർ പ്രൊഡക്റ്റ്. ദ സെയിം റിയാക്ഷൻ ഇസ് ആബ്സെൻസ് ഓഫ് പെറോക്സൈഡ് പ്രൊസീഡ്സ് വയ കാർബോകേറ്റോൺ ഇന്റർമീഡിയറ്റ്. ശരിയാ, പെറോക്സൈഡിന്റെ ആബ്സെൻസിൽ ഈ റിയാക്ഷൻ നടക്കുക മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ചാണ്. കാർബോകേറ്റോൺ ഫോർമേഷനും കാർബോകേറ്റോൺ റീഅറേഞ്ച്മെന്റും ഒക്കെ നടന്നിട്ടാണ്. അതും ശരിയാണ്. ആൻഡ് ഫോർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. എയും സിയും ഇയുമാണ് കറക്റ്റ്. ഓക്കെ, ബാക്കിയുള്ള എല്ലാം റോങ് ആണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഇതേ റിയാക്ഷൻ പെറോക്സൈഡിന്റെ പ്രസൻസിൽ HBr മാത്രമായി നടന്നിരുന്നെങ്കിൽ മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് അഡീഷൻ നടക്കുകയും കാർബോകേറ്റോൺ ഫോം ചെയ്യുകയും ചെയ്യും. റെഡി അല്ലേ? CH+ CH3 എന്ന് പറയുന്ന കാർബോകേറ്റോൺ ഫോം ചെയ്യും. ഇതിലേക്ക് Br- അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? 1 ബ്രോമോ 1 ഫിനൈൽ എത്തൈൻ കിട്ടുക ആൻസർ ആയിട്ട്. സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോടാ. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ.